കുംഫു ആൻഡ് ഫിറ്റ്നസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഡ്രങ്കൺ മാസ്റ്റർ എന്ന ജാക്കി ചാൻ മൂവിയിലെ ഒരു ഡ്രങ്കൺ സിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കാണുന്ന സമയത്ത് ചെയ്യാനൊരു അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്യുവാൻ വേണ്ടി ഞാനിപ്പോൾ എൻ്റെ വലത് കാലാണ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതുപോലെ സ്ട്രൈറ്റ് ആക്കി വെക്കുക. അടുത്ത കാല് കണ്ട ഇതിവിടെ ഹീല് ഉയർത്തിയിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഹീല് ഫുള്ളായിട്ട് ടച്ച് ചെയ്തിട്ടല്ല കണ്ട ടോയിലാണ് ഈ കാല് ഇരിക്കുന്നത്. ഹീല് ഉയർത്തി വെക്കുക. ഇനി കൈകൾ രണ്ടും ഈ കാലിൻ്റെ രണ്ട് വശത്തായിട്ട് വെക്കുക. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഈ കാലിന് നോൺ സ്റ്റോപ്പായിട്ട് റൊട്ടേഷനാണ് ഈ കാലിന് വരുന്നത്, ഒരു കാല് മാത്രം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാലിലേക്കും രണ്ട് കൈയിലേക്കും ബോഡി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മളുടെ ഇതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം കാലൊരു സ്ഥലത്തും ബ്രേക്ക് ആവരുത്, മൂവ്മെൻറ്റ് ബ്രേക്ക് ആവാതെ ഫുള്ളായിട്ട് വരികയും ചെയ്യണം. അപ്പോൾ ഒരേ സമയം റൊട്ടേഷൻ ഫുള്ള് തന്നെ കയ്യിലേക്ക് സപ്പോർട്ട് കൊടുക്കണം, അതേസമയം ബ്രേക്ക് ആവാനും പാടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഓർത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഫസ്റ്റ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാലിന് ഉള്ളിലേക്കാണ് ഇങ്ങോട്ടാണ് റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ വരുമ്പോൾ ഈ കൈ ഇവിടെ നിന്ന് കണ്ട ഇതൊന്ന് അപ്പ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഒന്ന് കുറച്ച് തവണ ചെയ്യുക. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഇതുപോലെ കുറച്ച് തവണ ചെയ്യുക. ഇതിന് ശേഷം ഈ കാലിന് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത കാലാണ് ഇവിടെ ബ്ലോക്ക്. അപ്പോൾ ഈ കാലും കൂടി റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നോക്കാം. ഇത് അപ്പ് ചെയ്തു. അടുത്ത കാല് വരുന്ന സമയത്ത് കണ്ട ഇതൊന്ന് ജമ്പ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇനിയുള്ളൊരു തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൈയാണ്. അപ്പോൾ ഈ കൈ ഒന്ന് അപ്പ് ചെയ്തിട്ട് കാല് തിരിച്ച് കൊടുക്കാൻ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്ത പൊസിഷനാണ് ഫുൾ റൗണ്ട് വരുന്നത്. അപ്പം ഈ കൈയും ഈ കാലും ഇപ്പുറത്തെ കൈയും ഒരേ സമയം 1 by 1 ആയിട്ട് റൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലെഗ് ബ്രേക്ക് ആവാതെ തന്നെ ലെഗിൻ്റെ മൂവ്മെൻറ്റ് വരുന്നു. നമുക്കൊന്ന് ഫുള്ളായിട്ടും ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. രണ്ട് കൈയും 1 by 1 ആയിട്ട്, അതുപോലെ കാലും കൂടി. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പുഷപ്സിൻ്റെ മൂവ്മെൻറ്റ് കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ലെഗ് നേരെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് ലെഗും തിരിച്ച് ഇവിടെ എടുക്കുക. ഇവിടുന്ന് ജസ്റ്റ് പുഷപ്പിൻ്റെ മൂവ്മെൻറ്റിലേക്ക് വരിക. ഇനി ഇവിടെ നിന്നാണ് അടുത്തൊരു സ്വീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 ഇതുപോലെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റും ഹൈപ്പും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.